വെൽക്കം ബാക്ക് ടു അറിയാലോ ഫേബക്കുട്ടി ബ്ലോഗ്സ്. അപ്പം നമ്മുടെ ഹീറോ ഇവള് വരും. നമ്മുടെ ഫേബക്കുട്ടി ഇപ്പോൾ വരും. കണ്ടാണേ ഇത് വരും. അതെ വന്നിരിക്കുന്നു. നമ്മുടെ ഫേബക്കുട്ടി വന്നു. കണ്ട നമ്മുടെ ഫേബക്കുട്ടീനെ കണ്ട ഫേബക്കുട്ടി പിന്നെ ഓൺലൈൻ ലോഡിങ് ടൈം ഗൈസ്. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ എല്ലാം ചെയ്തോ. കമൻറ്റ് കൂടെ ചെയ്താൽ നിങ്ങൾ നല്ലവരായിരിക്കാം. മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് 1, 2, 3, 4, 6 എല്ലാം നമ്മൾ ഒത്തിരി മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് പാർട്ടുകൾ നമ്മൾ ഇവിടം വരെ ആയിരിക്കുമായിരുന്നു. ഇങ്ങോട്ട് പോടാ, ഇങ്ങോട്ട്. അയ്യോ കയറിക്കോടെ, കയറി ഞാൻ ഇനി നമുക്കില്ലേ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. കൗ ഫാമൊക്കെ ഉണ്ട്. നമ്മുടെ വളർന്നു കാണും. നമുക്ക് നോക്കണം. പിന്നെ ആടിനെ കിടന്നെങ്കിൽ തന്നെ ബ്രീഡ് ചെയ്യിപ്പിക്കണം. അവരെല്ലാവരെയും ബ്രീഡ് കിട്ടി. ഭാഗ്യം. അല്ലാതെ ഭാഗ്യമായിട്ടാണ്. എല്ലാവരും ഇങ്ങോട്ട് വരൂ. ഇപ്പോൾ ഒറ്റ ആടിനെ കാണാനില്ല. നിങ്ങളല്ലാത്തപ്പോൾ നമ്മൾ ഇതെടുക്കാത്തപ്പോൾ ആടിനെ ഇഷ്ടം പാടെ കാണാം. ഒട്ടുമില്ല. നമുക്ക് കുറച്ച് ആടിനെ നമുക്ക് ഇവിടുന്ന് പോയി എടുക്കാം. അല്ലെങ്കിൽ ആടിനെ ഒട്ടും കിട്ടില്ല. അപ്പോൾ അല്ലാത്തപ്പോൾ ഒത്തിരി ആടുകളൊക്കെ വരുന്നതാണ്. ഒട്ടുമില്ല. ഉണ്ടോ ഇവിടെ ഒന്നും ഒരു ആടിനെ പോലും കാണാനില്ല. അങ്ങനെയൊക്കെ പോകണ്ടേ. ഒരു ബോട്ട് വരെ ഉണ്ടാക്കണം. ഇതൊക്കെ എന്നാത്തിനാണോ നമ്മൾ ഇവിടുന്ന് കയറാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. ഇപ്പം നിനക്ക് തരുക പ്ലീസ്. സോറി. പാവമുണ്ട്. ഇവന് കൊടുത്തില്ല. ഇവനും കൂടെ കൊടുക്കണം. ഇവനും കൂടെ കൊടുക്കണം. ഓ മൈ ഗോഡ്. രണ്ടാണ് അങ്ങനെ കിട്ടി. ഒരെണ്ണം നമുക്ക് അവനെ കൊടുക്കണം. ഓടിപ്പോടാ. ഞാനിവിടെ പിന്നെ പിടിച്ചാൽ ഇവന് ഓക്കെ. രണ്ടുപേരും ഇന്ന് കഴിച്ചോണ്ടങ്ങനെ ഇരുന്നാണ്. ഇവിടെ രണ്ടെണ്ണം അത് വേണ്ട, ഇവിടെ വെക്കണ്ട. അയ്യോ ഇതെവിടെയൊക്കെയാണോ ഗൈസ് കാണുന്നത്. ഇനി നമുക്ക് വേണം മൈനിങ്ങിനുള്ള ടോർച്ച്. നമുക്ക് ഈ 2 വലിയ വീടുകളിൽ ഒരു മൈനിങ് സ്ഥലം നമ്മുടെ അവിടെയല്ല, അവിടെയായിട്ടല്ല. ഈ രാത്രിയാകുന്നതിന് മുമ്പ് മൈനിങ് സ്ഥലത്ത് എത്തിയിട്ട് നമുക്ക് മൈനിങ് വെട്ടമുണ്ടോ നോക്കാം. മൈനിങ് സ്ഥലം എവിടെയായിരുന്നു? ഇവിടെയല്ലായിരുന്നു. ഇതല്ലേ പോന്ന്. മൈനിങ്ങിൽ ഒത്തിരി പ്രചോദനങ്ങൾ കാണാം. എന്തേലും ഇവിടെ അങ്ങ് എത്തുവാണെങ്കിൽ നെറ്റില്ലോ ആണെങ്കിൽ. അയ്യോ രാത്രി എവിടേക്കും അല്ലെങ്കിൽ ഇവിടെ കാണാനിട്ട് നമ്മളെ സോംബീസ് വന്ന് കടിച്ച് കയറിയെന്ന് തോന്നുന്നു. ഇതുകൊണ്ട് അപ്പോഴത്തേക്കിന് ഓട്ടം തീരുകയും കൂടെ ചെയ്ത് വേഗം പോവും. ഓട് ഇപ്പൊ വരുന്നു.
പ്ലീസ് പ്ലീസ് ഇപ്പം വരണ്ടായിരുന്നു. വന്നോ, പക്ഷെ ഇപ്പം വരല്ലേ. അയ്യോ ഗൈസേ, ഇനിയെങ്കിലും പെട്ടെന്ന് കയറി. അയ്യോ, ഈ ടൂ വരുവാണെങ്കിൽ സോംബീസ് വന്ന് നോക്കാം. നമുക്ക് വേഗം കയറിക്കാം, അല്ലെങ്കിൽ സോംബീസ് കയറട്ടെ. അല്ലാത്ത സമയത്തൊക്കെ ഇത് വരുന്നതും കൂടെ. സോംബീസ് ഇപ്പോൾ വരും. സോംബീസ് അയ്യോ, മൂന്ന് പേര് ഉടങ്ങിക്കോ. ഹോ, എന്ന് ഇനി പുറത്ത് നിന്ന് നോക്കണം സോംബീസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. സോംബീസ് വല്ലതും നല്ല ശാന്തമായ ഒരു ഗ്രീപ്പറൊക്കെയോ. ഇത് അവനും വെള്ളത്തിൽ ജീവിക്കുന്നുണ്ടോ? നമ്മളെ കണ്ടില്ല. ഒരു ഗ്രീപ്പറിനെ അവനാണ് കിട്ടുന്നത്. ഓ ഭാഗ്യം ഗൈസ്, പൊട്ടിച്ചല്ലോ. ഇനി നമുക്ക് എന്നാ എടുക്കേണ്ടത്? സത്യം പറഞ്ഞാൽ നമുക്ക് എന്നാ എടുക്കേണ്ടത്? നമ്മുടെ എൻ്റെ കൂടെ വരണേ. എന്നിട്ട് ഞാനില്ലേ കൊച്ചിനില്ലേ വീട്ടിൻ്റെ അകത്തിട്ട് കേൾക്കാം. എല്ലാവർക്കും വേണ്ടി. അതെ, ഇതല്ലേ. ഇങ്ങോട്ട് പോ. ഒരാൾ വാടേ. ഒരാൾ വാ. വരല്ലേ. എടാ ഇപ്പം എന്തേ എൻ്റെ കൂടെ എല്ലാവരും ഒരാൾ വാ. എല്ലാവരും ഒരെണ്ണം കൂടെ നമുക്ക് ഉണ്ടോയെന്ന് പോയി നോക്കാതെ. ഉണ്ടെങ്കിൽ രണ്ടുപേരെയും ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാം. ആയിട്ടില്ലല്ലോ. ആയിട്ടില്ല. ഫുള്ളും ഇതാ. 8 ഉണ്ട്. തൽക്കാലത്തിനേക്കിന് 8 വെച്ച് അഡ്ജസ്റ്റ് ചെയ്യല്ല. ഇത് വെച്ച് ഇടി വെട്ടുന്നുണ്ടല്ലോ ഇവിടെ. മഴയും കാറ്റും മഴയും മാറും. ഇവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ബാക്കി 3 ഈ സംഭവത്തിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്താ ജോലി ചെയ്യാനുള്ളത്? നമ്മുടെ മൈനിങ്ങിനുള്ള അങ്ങ് കുഴിച്ച് പോയാലോ. എന്നിട്ട് മൈനിങ്ങിനുള്ള സംഭവങ്ങൾ കണ്ടുപിടിക്കണം. അതിന് മുമ്പ് നമുക്ക് ഇന്ന് നമ്മുടെ ഫേബക്കുട്ടി വ്ളോഗ്സിൻ്റെ അകത്ത് ഫേബക്കുട്ടീനെ കണ്ടോളൂ. നമുക്കിനി എന്താ ചെയ്യേണ്ടത്? മൈൻക്രാഫ്റ്റിൻ്റെ അകത്ത് ഇപ്പോൾ ഒത്തിരി പേര് ഒരാട് മാത്രം. ഇപ്പം നമുക്ക് ഒത്തിരി ആടുകളാണ്. ഓ മൈ ഗോഡ്, എല്ലാവരും നോക്കുന്നു. ബ്രീഡ് നിങ്ങളുടെ ഒരു ബ്രീഡ് ചെയ്യത്തില്ല. ആടും പശുവും കൂടെ ബ്രീഡ് ചെയ്യൂ. ബ്രീ എന്നൊക്കെയാണ് പറയണത്. നമുക്കില്ല ഇപ്പോൾ ഒരു കാര്യം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പൂക്കളിൽ മരങ്ങളിൽ മരമായി എല്ലാം എടുത്തോട്ട്. നമ്മൾ ഈ ചെടി എടുത്തിട്ടില്ലായിരുന്നു.
നമ്മൾ ആ ചെടിയെടുത്ത് വെച്ചില്ല. നല്ല നമുക്ക് ചെടി കൊണ്ടുവെക്കാം. വേഗം പോടും. ഇതിനാണെങ്കിൽ സ്പീഡും ഇല്ല. ഇത് നമുക്ക് എവിടെ വെക്കാം? ഇവിടെ വെച്ചാലോ? ഇവിടെ വെക്കാം. ഓ മൈ ഗോഡ്, നല്ല ശുദ്ധമായ ചെടിയുള്ള വീട്. നല്ല ചെടിയുള്ള ശുദ്ധമായ വീടുകൾ കണ്ടോളൂ. മൈ വീട് ഈസ് ഇമ്പോർട്ടൻറ്റ് വീട്. മൈ വീട് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് ആടുകളുടെ അവിടെയും കൂടെ ഒന്നും വെച്ച് കൊടുക്കാം. പാവങ്ങൾ എല്ലാവർക്കും ഒരു ചെടിയുടെ മണം വേണമെന്ന് കാണും. പാവങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ചെടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി ജീവിച്ച് കൂട്ടടേ. നിങ്ങൾ പാവങ്ങളാണെന്ന് എനിക്കറിയാമല്ലോ. അതുകൊണ്ട് ഇവിടെ വരണം. പിന്നെ ഇവിടെ ആയിട്ടുണ്ട്. ഇനി പാലത്തിൻ്റെ അവിടെ 2 ഓ മൈ ഗോഡ്, 2 കറക്റ്റായി. ഓടത്തില്ല. ഇവിടെ വേഗത്തില്ലടേ. ഇവിടെ മരുമാരോ ഇത് വടിയുടെ അവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഇവിടെയോട്ട് വെച്ച് പിന്നെ ഇവിടെയോട്ട് വെച്ച് അപ്പോൾ ഇവിടെ നിന്നും ഇവിടെ വരണം. അപ്പോൾ ഈ ഒരു കട്ടിട്ട് ഇങ്ങോട്ട് നോക്കും. ഓ സെറ്റായി കറക്റ്റ് 2 തയ്യൽ. നല്ല രസമുണ്ടല്ലോ കാണാൻ. നല്ല രസമുണ്ടല്ലോ കാരണം ഓ നമ്മുടെ വീടും ശരിയായി. എല്ലാം ഇവിടെ കൂന കൂടിയാണ് കിടക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഒന്ന് മാറ്റിത്തിരിക്കണമെന്ന്. അപ്പം നമുക്കില്ലേ ഒരു കാര്യം ചെയ്യാതെ നമ്മുടെ ഇല്ലേ ഷവ്വലങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ ഇവിടുത്തെ മണ്ണെല്ലാം ഷവ്വലെടുക്കരുത്. മണ്ണെല്ലാം നമുക്കിങ്ങനെ മാറ്റാതെ. അല്ലെങ്കിൽ മണ്ണ് കിടക്കുന്ന വൃത്തികേട് സാധനമാണ്. നമുക്ക് മണ്ണ് മാറ്റുന്നിടം വരെ ഒന്നും മിണ്ടത്തില്ലായിരിക്കും കേട്ടോ. മണ്ണ് മാറ്റുന്നിടം വരെ. മണ്ണ് നമ്മൾ ലെവലാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ലെവലാക്കണം. ഇവിടെ ലെവലാക്കിയിട്ടുണ്ട്. ഷവലെടുത്ത് തീരാറായി കേട്ടോ ഗൈസ്. തീരാറായി നമ്മുടെ ഷവല്. എൻ്റെ തീർന്ന്. വെറുതെ നമ്മളത് അവിടെ വെച്ച് നമ്മൾ വേഗം എടുക്കടേന്ന്. ഇനി നമുക്ക് ഈ കട്ടമുള്ള നല്ല വൃത്തിയാകാൻ വേണ്ടി ഈ കട്ടമുള്ള വെച്ചെടുക്കാം. പിന്നെ ഇവിടെ ഇതെന്താത്തിന് ഇതൊക്കെ നമുക്ക് നമ്മുടെ കട്ടകൾ ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഇവിടെ നമ്മുടെ ഫ്ലവർ നമ്മുടെ പോയി. അതൊക്കെ ഇങ്ങോട്ട് വെച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ കട്ടകൾ ഫുള്ളും വെക്കാം. മിനിറ്റില്ല കേട്ടോ. പറയണ്ടല്ലോ ഗൈസ്. ഇങ്ങനെയെല്ലാം നമുക്കൊന്ന് വെച്ച് കൊടുക്കാം.
ഇത് ഇത് ഇപ്പം ഞാൻ ഇവിടെ വെച്ച് അറിയാതെ കൊണ്ട് അപ്പം ഗൈസ് ലൈക്ക് സബ്സ്ക്രൈബ് ഓക്കെ എല്ലാം എനിക്ക് വേണം. നിങ്ങൾ അതെല്ലാം ചെയ്താൽ നല്ല കാര്യം. കൊള്ളാമോ ഗൈസ് ഈ വീഡിയോ? എല്ലാവരും കാണൂ. കണ്ടാൽ സമാധാനം. വേഗം എനിക്കില്ലേ ഈ വേഗം വെക്കുന്ന എനിക്കിഷ്ടം. പെട്ടെന്ന് ഒരു കട്ട വെക്കുവാണെങ്കിൽ അപ്പം പെട്ടെന്ന് വെക്കുവാണെങ്കിൽ ജോലിയൊക്കെ സിമ്പിളാക്കി തീർക്കാം. ഒരു 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 പെരുമാറ്റവും വരില്ല. ഞാൻ ഇപ്പം എന്ത് പറയണത് നിങ്ങൾക്ക് വല്ലതും അറിയാമോ? ഞാൻ എന്ത് പറയണമെന്ന്? അയ്യോ 3 എണ്ണേ ഉള്ളൂ. ഇതൊന്നും ഗൈസ് രാത്രി അങ്ങനെ എത്ര കിട്ടുന്നു? ഒരു പോലും ചെയ്യില്ല. അപ്പത്തേക്ക് രാത്രി എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. ഇപ്പം തന്നെ രാത്രിയായി. എനിക്കില്ലേ ഈ താഴോട്ട് മേലോട്ട് പാടത്ത് ഇറങ്ങി കയറിയ രാത്രിയായി. പറയുന്നത് രാവിലെ എല്ലാവരും കിടന്നുറങ്ങിട്ടില്ല. ഇനി കഥ പറഞ്ഞേ. ഓക്കെ അങ്ങനെ നമ്മൾ സ്ലീപ്പിംഗ് ത്രോ ദി നൈറ്റ്. നന്നായിട്ട് നല്ലപോലെ സ്ലീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി വല്ല സോംബീസ് വല്ലതും ഉണ്ടോയെന്നൊന്നും ചെക്ക് ചെയ്യണം. ഒരു സോംബീസും ഇല്ലല്ലോ ഇല്ലെന്ന് വിചാരിക്കല്ലേ. അയ്യോ നമ്മുടെ ഫുഡെല്ലാം തീർന്നു. ഓ മൈ ഗോഡ്. ഒരു കാര്യം ചെയ്യാവേ, നമുക്ക് ഒത്തിരി ഉണ്ടടേ. ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മുടെ കട്ടകൾ ഒത്തിരി ഉണ്ട്. നമ്മുടെ ബ്ലോഗ് വീഡിയോ ഒക്കെ നമുക്ക് ഇടാം കേട്ടോ. ഇപ്പം ഇടത്തില്ല. നമ്മുടെ എപ്പോഴേലും ഇടാം. നിങ്ങൾ കമൻറ്റിലൂടെ പറയുവാണെങ്കിൽ ഞാൻ ഇടാം. അല്ലെങ്കിൽ ഞാൻ ഇടൂല. അല്ലെങ്കിൽ ഞാൻ ഗെയിം തന്നെ കളിക്കും. നിങ്ങളുടെ ഇഷ്ടം നല്ലതാണെങ്കിൽ എൻ്റെ ഇഷ്ടവും നല്ലതാണ്. അപ്പം നിങ്ങൾ പറയുന്നത് ഇപ്പം വ്ളോഗ് ഇടാനാണെങ്കിൽ ഞാൻ വ്ളോഗ് ഇടാം. അല്ലെങ്കിൽ ഗെയിംസ് കളിക്കാനാണെങ്കിൽ ഗെയിംസ് കളിക്കാം. നിങ്ങൾ കമൻറ്റ് ഇടണേ പ്ലീസ് ഗൈസ്. കമൻറ്റ് ഇടണേ. ഈ ടിവിയിൽ കമൻറ്റ് ഇടാൻ പറ്റത്തില്ലായിരിക്കും. ഇടാൻ പറ്റത്തില്ല. എൻ്റെ ആൻഡ്രോയിഡ് ടി വി അങ്ങനെ ഇടാൻ പറ്റത്തില്ല. ഈ ഫോണിലെങ്കിലും ഒന്ന് കമൻറ്റ് ഇടണം. എനിക്കൊന്ന് നിങ്ങൾ കമൻറ്റ് ഇടുന്നു ഞാൻ കണ്ടിട്ടേ ഇല്ല. ആരും എൻ്റെ കമൻറ്റ് ഇട്ടിട്ടില്ല. ബന്ധുക്കാർ മാത്രം. ബന്ധുക്കാരെന്ന് വെച്ചാൽ 1 ബന്ധു, ഒരാൾ മാത്രമേ കമൻറ്റ് ഇട്ടിട്ടുള്ളൂ. ഗൈസ് നിങ്ങളൊന്ന് വെളിയിൽ നിന്ന് ഒന്ന് കമൻറ്റ് ഇടണം പ്ലീസ്. ഈ 101 പേര് ഒന്ന് കമൻറ്റ് ഇടുമോ പ്ലീസ്? 101 കമൻറ്റ് ഇടൂ പ്ലീസ്. എൻ്റെ ഒരു ആഗ്രഹം നിങ്ങൾ സാധിച്ചു തരുമോ? പിന്നെ കമൻറ്റ് എല്ലാം ചെയ്യണം കേട്ടോ. എല്ലാം സബ്സ്ക്രൈബും ചെയ്യൂ. എല്ലാം അങ്ങനെ ചെയ്തോ. അപ്പം ഇത് കേൾക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിന് കേൾക്കാൻ പറ്റത്തില്ല. അയ്യോ കളിപ്പിടാ കട്ടക്കളിപ്പിടാ. അങ്ങനെ കട്ടക്കളിപ്പ് തീർന്ന് അതുപോലത്തെ എണ്ണമല്ലേ തീർന്ന് കട്ടക്കളിപ്പിടാ പെട്ടെന്ന് തീർന്നു. അയ്യോ ഇത് വെച്ച് കഴിയുമ്പോൾ തന്നെ ഉച്ചയാവും. അതിന് ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ തന്നെ രാവിലെ ആവും. അല്ല വൈകുന്നേരം അല്ല വൈകിട്ടാവും. ഇതെന്തരടെ? അയ്യോ ഇത് കലിപ്പ്. എനിക്ക് പിന്നെയും കട്ടക്കലിപ്പ് വരുന്നുണ്ട്. കട്ടക്കലിപ്പ് അങ്ങനെ ഇത്രയൊന്ന് വെച്ച് പോയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇതെല്ലാത്തിനായി കൊണ്ടുവച്ചിരിക്കുന്നത് വെറുതെ കൊണ്ടുവച്ചാണോ ഗൈസ്? സത്യം പറഞ്ഞാൽ ഇതെന്തിനാണ് കൊണ്ടുവച്ചത്? ഈ ഗെയിം തന്നെ ഒന്നോ വേറെ ഗെയിംസ് അല്ലേ വരുന്നത് ഗൈസ്? ഞാൻ പറഞ്ഞിട്ട് തരാവോ പ്ലീസ്?
ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് അങ്ങോട്ട് വെക്കാം. അല്ലെങ്കിൽ കൂണം നല്ല രസം വരത്തില്ല. അതുകൊണ്ടാണ് അതൊക്കെ നമുക്ക് ഇവിടെയും കൂടെ ഒന്നിട്ട് വെക്കാം. അല്ലെങ്കിൽ ഒരു രസം വേണമല്ലോ, അതിന് നമുക്ക് ഇവിടെയും കൂടെ ഒന്നിട്ടു. നമുക്ക് അങ്ങനെ ഇവിടെയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ സംഭവം എടുത്തൊന്ന് മാറ്റി, ഈ കല്ലെടുത്ത് ഈ കോബിൾ സ്റ്റോൺ എടുത്തൊന്ന് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഒട്ടും കൊള്ളത്തില്ല. ഒട്ടും എന്ന് വെച്ചാൽ ഒട്ടും അഡ്ജസ്റ്റ് ഈ ഉച്ചകൾ കേൾക്കാത്തതിന്. ഓക്കെ, അപ്പം നമ്മുടെ ഇവിടുത്തെ സെറ്റപ്സ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് കൊടുക്കാതെ, അല്ലെങ്കിൽ മോശക്കാര്യങ്ങളാവില്ലേ. ഇത് നമുക്കെടുത്ത് രണ്ട് നമ്മുടെ രണ്ട് മണ്ണ് വെച്ചിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ അത്രയ്ക്ക് നല്ലതാകത്തില്ല. ഇങ്ങനെയാണല്ലോ അല്ലേ? ഇങ്ങനെ ചെയ്യുന്നത് നല്ലതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇങ്ങനെ വെക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബ്യൂട്ടിഫുൾ. ഇവിടെ എന്തെങ്കിലും ഓടിച്ചാടി കളിക്കുന്ന പോലെ. നാളെ എൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യുവാണെങ്കിൽ വിഷ് ചെയ്യും കിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് അവസാനിക്കുകയാണ് തോന്നുന്നു. അപ്പം ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര. ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. അടുത്ത വീഡിയോയിൽ പിന്നെ കാണണമെങ്കിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം. ബൈ.